നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരാന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകളെ പരിഹസിച്ച് കേരള കോൺഗ്രസ് ബി നേതാവ് കെ.ബി. ഗണേഷ് കുമാര്. യുഡിഎഫില് മുഖ്യമന്ത്രിയാകാന് നിരവധി പേര് മത്സരിക്കുകയാണെന്നും ഒരാൾക്കിരിക്കാനുള്ള കസേരയല്ല മറിച്ച് പലർക്കായി ഒരു ബഞ്ച് തന്നെ ഇടേണ്ടിവരുമെന്നും അദ്ദേഹം പരിഹസിച്ചു. തിരഞ്ഞെടുപ്പ് വിജയത്തിനു മുൻപേ മന്ത്രിസ്ഥാനത്തെ ചൊല്ലിയും പ്രൈവറ്റ് സെക്രട്ടറിമാരെ നിയമിക്കുന്നതിനെ ചൊല്ലിയും യുഡിഎഫില് തർക്കം തുടങ്ങിയെന്നും അദ്ദേഹം ആരോപിച്ചു. യുഡിഎഫില് നിലവിലെ 5-6 പേര് മുഖ്യമന്ത്രിയാകാന് സ്വപ്നം കാണുന്നുണ്ടെന്ന് ഗണേഷ് കുമാര് പറഞ്ഞു. 3 പേര് ഇതിനോടകം പരസ്യമായി രംഗത്തെത്തിക്കഴിഞ്ഞു. ഭരണം കിട്ടുന്നതിനു മുൻപേ മന്ത്രിമാരെയും പ്രൈവറ്റ് സെക്രട്ടറിമാരെയും തീരുമാനിക്കുന്ന തിരക്കിലാണവര്. കഴിഞ്ഞ ഒരു മാസക്കാലം ടെലിവിഷൻ ചാനലുകളില് ഇത്തരത്തിലുള്ള ചർച്ചകള് കണ്ട് സമയം പോയതറിഞ്ഞില്ലെന്നും രസകരമായ വിഭവങ്ങളാണ് കോൺഗ്രസ് നൽകിക്കൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പത്തനാപുരത്തെ വോട്ടെണ്ണല് കേന്ദ്രത്തിലേക്ക് പോകുന്നതിനു മുന്നോടിയായി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. തന്റെ മണ്ഡലമായ പത്തനാപുരത്ത് കഴിഞ്ഞ തവണത്തേക്കാള് വലിയ ഭൂരിപക്ഷത്തില് വിജയിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഗണേഷ് കുമാര്. പത്തനാപുരത്തെ ജനങ്ങള് തന്നെ വീണ്ടും ചേർത്തുപിടിക്കുമെന്നും മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങള് വോട്ടായി മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. വ്യക്തിപരമായ ബന്ധങ്ങളും മണ്ഡലത്തിലെ സ്വാധീനവും ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ കണക്കുകൂട്ടല്. സംസ്ഥാന രാഷ്ട്രീയത്തില് എൽഡിഎഫ് തുടർഭരണം നേടുമെന്ന കാര്യത്തില് ഗണേഷ് കുമാറിന് സംശയമില്ല. നേരിയ ഭൂരിപക്ഷത്തിലാണെങ്കില് പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തില് വരുമെന്ന് അദ്ദേഹം പ്രവചിച്ചു. ജനങ്ങള് വികസനത്തിനൊപ്പമാണെന്നും ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് ഒരിടത്തുമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. വോട്ടെണ്ണല് പൂർത്തിയാകുമ്പോള് കേരളം വീണ്ടും എൽഡിഎഫിന് ഭരണതുടർച്ച നൽകുമെന്നാണ് തന്റെ പ്രതീക്ഷയെന്നും ഗണേഷ് കുമാര് പറഞ്ഞു.